പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച്. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർച്ചയായ ജലപീരങ്കി പ്രയോഗത്തിൽ പോലീസുമായി രൂക്ഷമായ വാക്കേറ്റം തുടർന്ന് പ്രവർത്തകർ. MG പ്രതീഷും സലിം മാലിക്കും വിവരങ്ങളുമായി. MG പ്രതീഷിലേക്ക് ആദ്യം. പ്രതീഷ്, നേരത്തെ പോലീസിന് നേരെ കല്ലേറും ചെരുപ്പേറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സംഘർഷാവസ്ഥ തുടരുകയാണോ? അനുജ, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ ക്ലിഫ് ഹൗസിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞിരുന്നു. തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോൾ 4ാമതും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് ഒന്നിലേറെ തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ്. സലിം മാലിക് കൂടിയുണ്ട്. സലിം, ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗം, വിവരങ്ങൾ? അനുജ, വലിയ സമരവീര്യം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ അരമണിക്കൂറിലധികമായി ക്ലിഫ് ഹൗസ് പരിസരത്ത് ഈ അവരുടെ സമരവീര്യം, യൂത്ത് ലീഗിന്റെ സമരവീര്യം കാണുകയാണ്. ആദ്യം മാനവീയം വീതിയിൽ നിന്ന് ആരംഭിച്ച ഈ പ്രതിഷേധം അത് ക്ലിഫ് ഹൗസിന് മുൻപിലേക്ക് എത്തിയപ്പോൾ തന്നെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമുണ്ടായി. ഒരു ബാരിക്കേഡ് മറിച്ചിട്ടതിനെ തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നാലെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് ായിരുന്നു 2ാമത്തെ ജലപീരങ്കി പ്രയോഗം. അങ്ങനെ ആ സമയത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. സംസാരിക്കുന്നതിനിടെ ഉണ്ടായിരുന്ന ജലപീരങ്കി പ്രയോഗത്തിനെ ചൊല്ലിയായിരുന്നു ആ തർക്കം. അതിനു പിന്നാലെ പ്രവർത്തകർ പോലീസിന് നേരെ കമ്പും കല്ലുകളും ചെരുപ്പും വലിച്ചെറിഞ്ഞു. വലിയ നിലയിൽ പ്രതിഷേധം കടുപ്പിച്ചു. പിന്നാലെ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് പ്രവർത്തകർ എത്തുകയായിരുന്നു. പ്രവർത്തകർ എത്തിയതിനു ശേഷം വലിയ തർക്കം, അത് രൂക്ഷമായ വാക്കേറ്റം, ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ മുഴക്കി പോലീസിന് നേരെ. പോലീസും തിരികെ സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും വലിയ സമരം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെ 4ാമത്, അല്പസമയം മുൻപ് നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളിൽ 4ാമത് ജലപീരങ്കി പ്രയോഗം നടത്തി. ആ ജലപീരങ്കി പ്രയോഗത്തിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ വലിയ സമരവീര്യം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ ഈ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം ക്ലിഫ് ഹൗസിന്റെ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യവുമായി തിരികെ മടങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ പ്രവർത്തകർ കഴിഞ്ഞ അരമണിക്കൂറിലധികം നടത്തിയ ഒരു സമരത്തിന് ശേഷം പ്രവർത്തകർ മുദ്രാവാക്യവുമായി തിരികെ മടങ്ങുകയാണ്. അവർ മടങ്ങുകയാണോ അതോ റോഡ് ഉപരോധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ മുദ്രാവാക്യവുമായി ക്ലിഫ് ഹൗസ് പരിസരത്ത് നിന്ന് തിരികെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരമണിക്കൂറിലധികം അവർ തിരികെ മടങ്ങി. അവർ ക്ലിഫ് ഹൗസിന് കുറച്ച് അപ്പുറത്തായി ആ റൗണ്ട് ഓഫ് ബോട്ടത്തിന് സമീപത്ത് കൂടി നിൽക്കുകയാണ്. കൂടി നിന്നുകൊണ്ട് വലിയ നിലയിൽ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ മുദ്രാവാക്യം. മാത്രമല്ല PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിലല്ല ഈ സമരം. അതിനപ്പുറത്തേക്ക് യൂത്ത് ലീഗ് അതിനും ഏറെ മുൻപേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട യൂത്ത് ലീഗ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ ഈ പോലീസ് വാഹനത്തിന് സമീപത്ത് നിന്നുകൊണ്ട് രൂക്ഷമായ മുദ്രാവാക്യം പോലീസുമായി മുഴക്കുകയാണ്. അവർ ആ റോഡ് ഏറെക്കുറെ വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ സമരത്തിൽ. 1000-ലധികം പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ യൂത്ത് ലീഗിനായി. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ നിലയിൽ പല സ്ഥലങ്ങളിലായി കൂട്ടം കൂടി മുദ്രാവാക്യം മുഴക്കുന്ന, പോലീസിന് നേരെ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കുന്ന, പോലീസിന് നേർക്കുനേർ നിന്ന് ഒരു ഫേസ് ടു ഫേസ് മുദ്രാവാക്യം മുഴക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ പോലീസിന് നേരെ വലിയ നിലയിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വരികയാണ്. വലിയ നിലയിൽ അവർ തിരികെ ക്ലിഫ് ഹൗസിലെ ബാരിക്കേഡിന് സമീപത്തേക്ക് പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ബാരിക്കേഡിന് പിന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു, ക്ലിഫ് ഹൗസിന്റെ സമീപത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നു എന്ന് തോന്നിച്ചതാണ്. അതിനുശേഷം മുൻപത്തേതിനേക്കാൾ വലിയ ആവേശത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിന് സമീപത്തേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിരിഞ്ഞു പോകാൻ തൽക്കാലം കൂട്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ നിലയിൽ നേതാക്കന്മാർ ഈ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേതാക്കളുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പ്രവർത്തക ആവേശം പോകുന്നുണ്ട്. നേതാക്കന്മാരെ പോലും തള്ളി പോലീസിന് നേരെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു, ചെരുപ്പേറൊക്കെ നടത്തി. അതിനുശേഷമാണ് പോലീസ് ജലപീരങ്കി
പ്രയോഗിച്ചത്. ഒന്നിലേറെ തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തി. ഇപ്പോൾ അല്പസമയം മുൻപ് പിരിഞ്ഞു പോകുന്നു എന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ അവർ തിരികെ ക്ലിഫ് ഹൗസ് പരിസരത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു. പോലീസിന് നേരെ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. രൂക്ഷമായ വാക്കേറ്റം തുടർന്നു പ്രവർത്തകർ.